ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു സാമന്തയും നാഗചൈതന്യയും. വേർപിരിയലിന് ശേഷം അടുത്തിടെ നാഗചൈതന്യ വീണ്ടും വിവാഹിതനായി. എങ്കിലും ആരാധകർക്ക് അതിപ്പോഴും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. കമന്റുകളിലൂടെയും മറ്റുമാണ് അവർ ഇത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പലരും സമാന്തയുടെയും നാഗചൈതന്യയുടെയും വിവാഹ ചിത്രങ്ങൾ പോലും കമന്റായി ഇടാറുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അത് നാഗചൈതന്യയുടെ വലത് കൈയിലുള്ള മോഴ്സ് കോഡ് ടാറ്റു ആണ്. ലാൽ സിംഗ് ചദ്ദ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിടെയാണ് നാഗചൈതന്യ തന്റെ ടാറ്റുവിന്റെ അർത്ഥം വെളിപ്പെടുത്തിയത്. വ്യക്തിപരമായി അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഈ ടാറ്റുവിന്റെ അർത്ഥം മനസ്സിലാകാതെ ചില ആരാധകർ ഇതേ ടാറ്റു ചെയ്യുന്നുണ്ടെന്നും അതെനിക്ക് ഇഷ്ടമല്ല എന്നുമാണ് അന്ന് നാഗചൈതന്യ പറഞ്ഞിരുന്നത്. സമാന്തയുമായുള്ള വിവാഹ തീയതിയാണ് നാഗചൈതന്യ മോഴ്സ് കോഡ് ആയി ടാറ്റു ചെയ്തിരിക്കുന്നത്. അതിന് അത്രയേറെ പ്രാധാന്യമുണ്ടെന്നും വ്യക്തിപരമായി അതൊപ്പം വേണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നതായും നടൻ അന്ന് പറഞ്ഞിരുന്നു. സാമന്തയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഈ ടാറ്റുവിനെ പറ്റി നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. എന്നാൽ അത് മാറ്റുന്നതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നും അത് നല്ലതല്ലേ എന്നുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. നാഗചൈതന്യയുമായുള്ള പ്രണയത്തിന്റെ പ്രതീകമായി സാമന്ത ചൈ എന്ന ടാറ്റു ചെയ്തിരുന്നു. എന്നാൽ ഇൻസ്റ്റഗ്രാമിലെ ഒരു സ്റ്റോറിയിൽ ടാറ്റു ചെയ്തതിൽ താൻ ഖേദിക്കുന്നുവെന്നും ഒരിക്കലും ടാറ്റു ചെയ്യരുതെന്നുമാണ് സാമന്ത പറഞ്ഞത്. 2017 സാമന്തയുടെയും നാഗചൈതന്യയുടെയും വിവാഹം. 2021 ഇരുവരുടെയും വിവാഹ മോചനം നടന്നത്. അതേസമയം അടുത്തിടെയാണ് പ്രമുഖ താരങ്ങളായ ശോഭിത ധൂലിപാലയുടെയും നാഗചൈതന്യയുടെയും വിവാഹം നടന്നത്. വിവാഹ ദിനത്തിൽ അതിസുന്ദരിയായുള്ള ശോഭിതയുടെ ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ ഏറ്റെടുത്തു. എന്നാൽ ഒരു വശത്ത് ശോഭിതയെയും നാഗചൈതന്യയും വിമർശിച്ചുകൊണ്ട് ഒട്ടേറെ പേർ കമന്റിലൂടെയും മറ്റും രംഗത്തെത്തി. സാമന്തയെ അനുകൂലിച്ചുകൊണ്ടും ഒട്ടനവധി പേരാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ശോഭിത നാഗചൈതന്യയുടെ കാൽ തൊട്ട് വന്ദിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വിവാദമായിരുന്നു. താലി കെട്ടിയ ഉടൻ തന്നെ ശോഭിത നാഗചൈതന്യയുടെ കാൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം തേടുന്നതാണ് വീഡിയോയിലുള്ളത്. ശോഭിത കാൽ തൊട്ട് വന്ദിക്കുമ്പോൾ അത് തടയാൻ നാഗചൈതന്യ തയ്യാറാകാത്തതാണ് പലരെയും ചൊടിപ്പിച്ചത്. ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണം എന്ന പുരാതന ചിന്തയുള്ളതുകൊണ്ടാണ് നാഗചൈതന്യ ഈ അനാചാരം തടയാതിരുന്നത് എന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നത്. അദ്ദേഹം സ്വയം ഒരു ദൈവമായി പ്രഖ്യാപിക്കുന്നുവെന്നും വിമർശനം ഉയർന്നിരുന്നു. ഒടുവിൽ അദ്ദേഹം തന്റെ പാരമ്പര്യ സ്വത്തിന് വിലമതിക്കുന്ന ഭാര്യയെ കണ്ടെത്തി. സമാന്ത ഇത് കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടാകുമെന്ന രീതിയിൽ പരിഹാസ രൂപേണയുള്ള കമന്റുകളും ഒരുപാടെത്തി. ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അടുത്തു തന്നെ ശോഭിതയെ ഉപേക്ഷിച്ച നാഗചൈതന്യ മൂന്നാമതും വിവാഹം കഴിക്കും എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം താരങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും എത്തിയിട്ടുണ്ട്. വധു ലുക്കിൽ ശോഭിത വളരെ സുന്ദരിയായിരിക്കുന്നു. പാരമ്പര്യം പിന്തുടരുന്നതിൽ അഭിമാനം തോന്നുന്നു. എങ്ങനെ ജീവിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് എന്നിങ്ങനെയുള്ള കമന്റുകളും ഒട്ടനവധി എത്തുന്നുണ്ട്. അവർക്കില്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് എന്തിന് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും കമന്റുകളും എത്തുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നാഗചൈതന്യ മനസ്സ് തുറന്നു. ശോഭിത കുടുംബത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരാളാണെന്നും ഒരുപാട് കാര്യങ്ങളിൽ തങ്ങൾ ഒരുപോലെയാണെന്നും താരം തുറന്നു പറഞ്ഞു. ശോഭിതയെ ആദ്യമായി പരിചയപ്പെട്ടതിനെക്കുറിച്ചും താരം അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.